ഇപ്പം സെക്സ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത 30 വയസ്സായാലും 40 വയസ്സായാലും പിള്ളേർ, ഒന്നാമത്തെ അവരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരസ്ത്രീകളെ ബന്ധപ്പെടുന്നതിനോട് താല്പര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൽ പിറന്ന പിള്ളേരും ഉണ്ട് ഇതിനകത്ത്. അപ്പം അവർക്ക് ഇത് മേഡം എന്നോട് ചില ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മേഡം ഞാൻ വെർജിനാണ്, ശരി, എനിക്ക് ഇതുവരെ കല്യാണം ആയിട്ടില്ല. ഓക്കെ, ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് ഈ കല്യാണം നല്ല പയ്യന്മാരെ വേണ്ട. അവർ നോക്കുന്നത് നല്ല നീളം, 6 പാക്ക്, നല്ല ജോലി, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിലാണ് പിള്ളേർ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു അബദ്ധമാണ്. നമ്മൾ സൗന്ദര്യം കണ്ട് നമുക്ക് പോയി കല്യാണം കഴിച്ചിട്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ലൈഫിൽ, അല്ലേ? നമ്മളെ കരുതുന്ന ആൺപിള്ളേർ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കല്യാണം പെണ്ണ് കിട്ടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. ഒരു പെണ്ണിനെ നമുക്ക് എങ്ങനെ സന്തോഷത്തോടെ കൊണ്ടു നടക്കാവുന്നുള്ളത് നമ്മളൊരു പയ്യനുമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ ഒരു കറുപ്പ് വെളുപ്പ്, ചില പെൺപിള്ളേർക്ക് കറുത്ത ചെക്കന്മാരെ ഇഷ്ടമല്ല, ചില പെൺപിള്ളേർക്ക് വെളുത്തവരെ വേണ്ട, അവർക്ക് ഇച്ചിരി വണ്ണം കൂടിപ്പോയാലും പ്രശ്നമാണ്, നീളമില്ല, ഇങ്ങനെയൊക്കെ കാറ്റഗറി തിരിച്ച് വരുമ്പം തന്നെ നമ്മുടെ ലൈഫ് പല രീതിയിൽ ഫ്ലോപ്പായി പോകുന്ന ഒരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ആൺപിള്ളേർക്കും. നല്ല വടിവത്ത ശരീരമുള്ള, വണ്ണം വേണ്ട, നല്ല മുടി, ചന്തിയുടെ അടി വരെ മുടി കിടക്കണം, ചിലർക്ക് മുടി വേണ്ട, ഇങ്ങനത്തെ ചിന്താഗതികൾ ആദ്യം മാറാമെങ്കിൽ ഇങ്ങനത്തെ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടാഴിക, പെണ്ണുങ്ങളെ ചെക്കന്മാർ കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഈ ലോകത്തുനിന്നേ മാറും. അപ്പോൾ പിന്നെ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിച്ചുകൂടെ, പരസ്പരം കല്യാണമൊക്കെ കഴിച്ച്.